നമസ്കാരം. പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ബിഗ് ടി വിയുമായി ബന്ധപ്പെട്ട ബിഗ് ടി വിക്കെതിരെ വാർത്ത ചെയ്തപ്പം കമന്റുകളൊക്കെ എഴുതിയിരുന്നു. ആരോ എന്നെ കൊണ്ട് വാർത്ത ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നതൊക്കെ സത്യമായി വരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എച്ച് ആർ ആണ് ഒരു സ്ഥാപനത്തിന് വലിയ ആള്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കൊന്നും എച്ച് ആർ രാജിവെച്ചിരിക്കുന്നു. എന്തിനാണ് രാജിവെച്ചതെന്നൊക്കെ അവിടെ തന്നെ അന്വേഷിക്കുമെന്ന് കരാം. പക്ഷെ എച്ച് ആറിന്റെ രാജി എല്ലാ അംഗങ്ങൾക്കും അയച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആ ലെറ്ററാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അതൊന്ന് വായിക്കാം. പ്രിയപ്പെട്ടവരെ, ബിഗ് ടി വിയിലെ എൻ്റെ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. ഏതാണ്ട് 5 മാസത്തെ സേവനത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് പടിയിറങ്ങുന്നത്. ഈ കാലയളവിൽ എന്നെ പിന്തുണയ്ക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ചിലരെ ഒഴികെ. അവിടെയാണല്ലോ ചിലരെ ഒഴികെ. അവരാണ് പ്രശ്നക്കാരെന്ന് കൃത്യമായി ചിലരെ ഒഴികെ. ഈ ചെറിയ കാലയളവിനുള്ളിൽ പലരുമായി നല്ല പ്രൊഫഷണൽ ബന്ധങ്ങളും അർത്ഥവത്തായ സൗഹൃദങ്ങളും കെട്ടിപ്പടുക്കാൻ എനിക്ക് സാധിച്ചു. അവ ഞാൻ ഏറെ വിലമതിക്കുന്നു. ഒരു എച്ച് ആർ മാനേജർ എന്ന നിലയിൽ എല്ലാവരുടെയും ആശങ്കകൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും ഓരോ ജീവനക്കാരെയും പരമാവധി പിന്തുണയ്ക്കാനും ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടി നിർവഹിച്ചുവെന്ന് സംതൃപ്തിയോടെയാണ്, മനസ്സും സമാധാനത്തോടെയുമാണ് ഞാൻ ഈ സ്ഥാപനം പടിയിറങ്ങുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള എൻ്റെ തീരുമാനത്തെ പ്രധാനമായും സ്വാധീനിച്ചത് മാനേജിംഗ് എഡിറ്ററുമായി ടീമിലെ ചില അംഗങ്ങളുമായി എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. അവിടെ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളും പ്രൊഫഷണൽ ഇടപെടലുകളും ഈ പരിസ്ഥിതിയിൽ തുടർന്ന് പോകാൻ എനിക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ട്. എങ്കിലും എനിക്കൊരു തെറ്റു പറ്റിയെന്ന് ഞാൻ സമ്മതിക്കുന്നു. അടിസ്ഥാനപരമായ മനുഷ്യത്വമോ നീതിയോ മറ്റുള്ളവരുമായി പരിശ്രമങ്ങളോ അംഗീകരിക്കാനുള്ള പക്വതയോ ഇല്ലാത്ത ആളുകളെ വിശ്വസിച്ചതും അവർക്ക് കീഴിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചതും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്തരം ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തിപരമായ വെല്ലുവിളികളും അവഗണിച്ചുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ പൂർണ്ണമായ പ്രതിബദ്ധതയോടെ ഞാൻ ജോലി തുടർന്നു. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ നിറവേറ്റപ്പെട്ടു എന്ന് ഉറപ്പാക്കാൻ മാത്രമായിരുന്നു അത്. തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യത്വപരമായ പരിഗണന ഒട്ടും കാണിക്കാതെ ഇത്തരക്കാർക്ക് കീഴിൽ ജോലി ചെയ്തതും അവരെ വിശ്വസിച്ചതും ഞാൻ ലജ്ജിക്കുന്നു. മറ്റുള്ളവരെ നയിക്കാനും വിധിക്കാനും ശ്രമിക്കുന്നത് മുമ്പ് ഒരാൾ ആദ്യം പഠിക്കേണ്ടത് ഒരു നല്ല മനുഷ്യനാകാനാണെന്നാണ്. എൻ്റെ സഹപ്രവർത്തകരോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ദയവായി ജാഗ്രത പാലിക്കുക. സ്വന്തം കാര്യം നോക്കുക. അടിസ്ഥാനപരമായ മനുഷ്യത്വമില്ലാത്ത ഒരു തൊഴിലിടത്തിൽ സ്വന്തം അന്തസ്സും ക്ഷേമവും സംരക്ഷിക്കാൻ ഓരോരുത്തരും ബോധ്യവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ഈ യാത്രയിൽ എന്നെ ആത്മാർത്ഥമായി പിന്തുണച്ച എല്ലാവർക്കും നന്ദി. ബഹുമാനത്തോടെ ദയവോടും കൂടി നിന്നവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദി. എച്ച് ആർ. എന്ത് കൃത്യമായാണ് എഴുതിയത്. ഇംഗ്ലീഷിൽ എഴുതി അത് തർജ്ജമ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം, എന്തിനാണ് രാജി എന്ന് മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കഴിഞ്ഞ 28-ാം തീയതി സാലറി പോകുമ്പോൾ ഈ മാനേജിംഗ് എഡിറ്റർ അനിൽ അയ്യരും സുജയൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് ആദ്യം പൈസ കൊടുക്കുന്നു, രണ്ടാമത്തെ ഘട്ടത്തിൽ വേറെ പൈസ കൊടുക്കും. അപ്പോൾ ഈ പൈസയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എച്ച് ആർ അങ്ങനെയാണ് തന്നതെന്ന് പറയുന്നു. അത് എച്ച് ആറിന് ഭയങ്കരമായിട്ട് വേദനിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അതോടൊപ്പം ഇനിയും വരാൻ പോകുന്നു രാജി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അവിടെ വാർത്ത ചെയ്തപ്പോൾ തിരുവനന്തപുരം ബ്യൂറോയിലുള്ളവർ അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അത് വലിയ ആളുകളുണ്ട്, അവരെ ഒന്നും പരിഗണിക്കാതെ ഇവർ നേരിട്ട് സംഭവം ചെയ്തപ്പോൾ അതിൽ തൃപ്തരല്ല എന്ന് ഞാൻ അറിയുന്നു. അതോടൊപ്പം ഇവരുടെ യാത്രയിൽ പല ആളുകൾക്ക് പല ടൈപ്പുള്ള റൂമുകൾ എടുത്തു കൊടുത്തിരുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ മൊത്തത്തിൽ ബിഗ് ടി വിയിൽ ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. സുജയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ എഴുതുന്നു. അത് മേക്കപ്പുമായി ബന്ധപ്പെട്ട അത് ഞാൻ പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടമാണ്. മേക്കപ്പ് ഇടുകയോ മേക്കപ്പ് ഇടാതിരിക്കുകയൊക്കെ ചെയ്തോട്ടെ. പക്ഷെ റിപ്പോർട്ടർ ടി വി ഇരുന്നപ്പോൾ അതീവ സുന്ദരിയായിട്ട് തന്നെയായിരുന്നു വന്നിരുന്നത് എന്ന കാര്യത്തിൽ സംബന്ധിച്ച് നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നതല്ല. അന്ന് അവിടെ ചെയ്ത മേക്കപ്പ് മാൻ്റെ ജോലി പോയ ചരിത്രം ഞാൻ പറഞ്ഞിരുന്നു. ഇവർ റിപ്പോർട്ടർ ടി വിയിൽ നിന്നും ബിഗ് ടി വിയിൽ പോയപ്പോൾ അവിടുത്തെ മേക്കപ്പ് മാൻ സാരി കൊണ്ട് കൊടുത്തുവെന്നും മേക്കപ്പ് ഇടാൻ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജോലി പോയി. ആ മേക്കപ്പ് മാൻ അവിടെ ജോലി കൊടുത്തു എന്ന് എനിക്കറിയില്ല. കൊടുത്തെങ്കിൽ അയാളെയും കൊണ്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. എന്തായാലും ബിഗ് ടി വിയിൽ ഇനിയും രാജ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വാർത്ത കൃത്യമായി തന്നെയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ അഭിമാനത്തോടുകൂടി എത്തിക്കുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.